എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ മാറി തിരുവാണിയൂർ പഞ്ചായത്തിലാണ് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. നാഗങ്ങളുടെ ജന്മശത്രുവായാണ് ഗരുഡനെ കണക്കാക്കുന്നത്. അതിനാൽ ഈ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് രാഹുർദോഷം, വാസ്തുദോഷം, രക്തം, ത്വക്ക്, നട്ടെല്ല്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കുട്ടികൾക്കുണ്ടാവുന്ന പക്ഷിപീഡ, സംസാര വൈകല്യം, കേൾവിക്കുറവ്, ക്ഷീണം, ഉറക്കമില്ലായ്മ തുടങ്ങിയവയ്ക്കെല്ലാം പരിഹാരമാണ്. ഗരുഡ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തിയാൽ ദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. ഗരുഡനും ശ്രീകൃഷ്ണനും മോഹിനി സ്വരൂപത്തിലുള്ള മഹാവിഷ്ണുവുമാണ് ചെമ്മനാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഇതൊരു അപൂർവ ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ഏറെ സാമ്യമുള്ളതാണ് ഇവിടുത്തെ ആചാരങ്ങൾ. ഒരേ ഭിത്തിക്ക് അഭിമുഖമായിട്ടാണ് ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും ശ്രീകോവിലുകൾ. സർപ്പദോഷത്തിന് പരിഹാരമായി ഇവിടെ ദർശനം നടത്തി വഴിപാടുകൾ നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം. ആദ്യമായി അഭിഷേകം ചെയ്തത് നാളികേരത്തിലായതിനാൽ ദിവസവും രാവിലെ ഗരുഡന്റെ അഭിഷേകം നാളികേരത്തിലാണ്. ഗരുഡനെ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ, ഉത്സവം എന്നിവ ചെമ്മനാട് ശ്രീകൃഷ്ണ സേവാ സമിതിയാണ് നടത്തിവരുന്നത്. രാവിലെ 5:30 മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7 വരെയുമാണ് ദർശന സമയം. ചെമ്മനാട്ടപ്പന് ഒരു കുടം വെണ്ണയും ഗരുഡ ഭഗവാന് ഒരു പിടി പണസമർപ്പണവും വിഷുദിനത്തിൽ പ്രധാനമാണ്. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ വിഷുദിനത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും സർവദോഷ പരിഹാരത്തിനുമായി ചെമ്മനാട്ടപ്പന് ഒരു കുടം വെണ്ണയും ഗരുഡ ഭഗവാന് ഒരു പിടി പണവും സമർപ്പിക്കുന്നു.